പഴയ മോഹൻലാൽ ശരിക്കും കാണാം. മഞ്ജിത്താലിൽ കണ്ടുപോലെ രസികനായ മോഹൻലാൽ. കൊറോണ കാലത്ത് മാസ്ക് വരെ ട്രെൻഡാക്കാൻ വേണ്ടി പഠിച്ചൊരു പടം. ഞങ്ങൾ ചന്ദ്രനിൽ നിന്ന് വന്നത്. പക്ഷെ പടം ഇറങ്ങിയപ്പോഴേക്കും കൊറോണയൊക്കെ കണ്ടം വഴി ഓടിപ്പോയി. അലോൺ സ്റ്റാറിംഗ് ഒരേ ഒരു ലാലേട്ടൻ, ലിറ്ററലി ഒരേ ഒരു ലാലേട്ടൻ. ലാലേട്ടൻ മാത്രമേ ഉള്ളൂ ഈ പടത്തിൽ. എന്റെ തല എന്റെ ഫുൾ ഫിഗർ, എന്റെ തല എന്റെ ഫുൾ ഫിഗർ. അപ്പൊ പടം നടക്കുന്നത് കൊറോണ കാലത്താണ്. അപ്പോഴാണ് പഴയൊരു മൂട്ടക്കാരൻ കൊണ്ട് ലാലേട്ടൻ പുതിയൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറുന്നത്. എന്തിനാണ് ഈ ക്യാമറയും കൊണ്ട് കാറിന്റെ മണ്ടയുടെ മേലെ കൂടെ ഒക്കെ പോണേ? ഇത് സിംഗം ഹരിയുടെ ഏതോ ഒരു സെറ്റിൽ നിന്ന് വഴി തെറ്റി വന്ന ഡ്രോൺ ആണെന്നാ തോന്നുന്നത്. ഇത് മാത്രമല്ല, ഇതുപോലത്തെ ഷാജി കൈല സിഗ്നേച്ചർ ഷോട്ട്സ് ഒരുപാടുണ്ട് ഈ പടത്തിൽ. സോ ഗൈസ്, അങ്ങനെ ലാലേട്ടൻ ഫ്ലാറ്റിൽ വന്ന് ലാൻഡ് ആവുകയാണ്. ഇതിൽ ലാലേട്ടന്റെ പേര് കാളിദാസൻ എന്നാണ്. എ മോട്ടിവേഷണൽ സ്പീക്കർ. രോഗം ഒരു കുറ്റമല്ലല്ലോ, മരുന്ന് കഴിക്കൂ ബ്രദർ, വിശ്രമിക്കൂ. അപ്പൊ ഈ ക്യാരക്ടറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ പ്രശ്നേഷ് കുമാറിനെക്കാളും വലിയ പ്രശ്നമാണ് ഇയാള്. പ്രശ്നേഷ് കുമാറിന്റെ പ്രശ്നങ്ങൾ തീരാൻ 2 അടപ്പ് സാനിറ്റൈസർ മതിയാവും. സാനിറ്റൈസർ എങ്കിലും തന്നിരുന്ന ഹെൽപ്ഫുൾ ആയിരുന്നു. പക്ഷെ കാളിദാസൻ അങ്ങനെയല്ല. സാനിറ്റൈസർ ഒക്കെ അങ്ങ് പുക പോലെ അടിച്ചു വിടുകയാ. ഇവനൊക്കെ ഒരു മാസം തട്ടിമുട്ടി പോണെങ്കിൽ ഒരു കണ്ടെയ്നർ സാനിറ്റൈസർ വേണ്ടിവരും. ഇതിലേട്ടന് ചില പ്രത്യേക കഴിവുണ്ട്. അങ്ങ് ദൂരെ ഉരുണ്ടു പോകുന്ന പെട്ടിയൊക്കെ ചുമ്മാ കൈ നിവർത്തിക്കാട്ടി അങ്ങ് നിർത്തിക്കും. മാസ് ഡയലോഗ്സ് ഒക്കെ മൂപ്പര് 3 വട്ടം റിപ്പീറ്റ് ആക്കി പറയും. നീ ക്രൈം ചെയ്തു, നീ ക്രൈം ചെയ്തു, ക്രൈം ചെയ്തു. അവനെ ഇനി ഈ ഭൂമിക്ക് വേണ്ട, അവനെ ഈ ഭൂമിക്ക് വേണ്ട, അവനെ ഈ ഭൂമിക്ക് വേണ്ട. വിതയ്ക്കാനൊരു കാലം, വിതയ്ക്കാനൊരു കാലം, വിതയ്ക്കാനൊരു കാലം. എനിക്ക് തോന്നുന്നത് ഇയാളുടെ ജോബ് ലോട്ടറി കച്ചവടമാണെന്നാണ്, അല്ലാണ്ട് മോട്ടിവേഷണൽ സ്പീക്കർ ഒന്നുമല്ല. ഇങ്ങനെയുള്ള കഴിവുകളൊന്നും പോരാഞ്ഞിട്ട് ഏട്ടന്റെ ഫാൻസിനെ പുളകം കൊള്ളിക്കാൻ വേണ്ടി ഇതിലേട്ടന്റെ ഫിലോസഫി ഉണ്ട്. എല്ലാ ടൈമിന്റെയും സ്പേസിന്റെയും കളിയല്ലേ. മെയിൻ ഐറ്റം ഗാനമേളയുണ്ട്. ഏട്ടന്റെ കുക്കിംഗ്, പിന്നെ മന്തിക്ക് മൈനീസ് പോലെ ഏട്ടന്റെ കൊച്ചു കൊച്ചു കുസൃതികളും. അങ്ങനെ മൊത്തത്തിൽ നമ്മുടെ വിന്റേജ് ലാലേട്ടനെ തിരിച്ചു കൊണ്ടുവന്നിരിക്കുകയാണ് ഷാജിയേട്ടൻ ഈ പടത്തിൽ. പഴയ 80s 90s കാണിച്ച പഴയ ലാലിനെ കിട്ടി. യെസ് ഗൈസ്, അടിമുടി വിന്റേജ്. ഇട്ടിരിക്കുന്ന ബനിയന്റെ മുകളിൽ പോലും വിന്റേജ് എന്നങ്ങ് എഴുതി ഒട്ടിച്ചിരിക്കുകയാണ് ഈ ഷാജിയേട്ടൻ ബ്രില്യൻസ്. പിന്നെ പറയാതിരിക്കാൻ വയ്യട്ടോ, ഈ ഫ്ലാറ്റിന്റെ വിൻഡോസ് തുറന്നാൽ കാണുന്ന വ്യൂസ് വിൻഡോസിന്റെ വാൾപേപ്പറുകളിൽ പോലും കാണില്ല. അജാദ് വ്യൂസ് ആണ്. അറഞ്ചും പൊറഞ്ചും ഫ്ലക്സ് അടിച്ചൊട്ടിച്ചിരിക്കുക. വാൾപേപ്പറിന്റെ ആവശ്യമില്ല. അപ്പൊ ഇതിന്റെ കഥ എന്താന്ന് വെച്ചാൽ, നിനക്കറിയാമോന്ന് എനിക്കറിയില്ല, എനിക്കറിയാമോന്ന് നിനക്കും അറിയില്ല. കൊറോണ കാലത്ത് ഒറ്റയ്ക്ക് പുതിയൊരു ഫ്ലാറ്റിലേക്ക് താമസം മാറിയ ഏട്ടൻ നമ്മളെല്ലാരും പോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങി. കുക്കിംഗ് വീഡിയോസും കരോക്കെ വീഡിയോസും യോഗ വീഡിയോസും പിന്നെ ട്രെൻഡിങ് റീൽസ് ഒക്കെ ചെയ്ത് നൈസായി ഇങ്ങനെ പോവുകയായിരിക്കും. പിന്നെ ബാക്കി വരുന്ന ടൈം തന്റെ കാമുക യമുവിനോട് ഫോണിലൂടെ സൊല്ലിക്കൊണ്ടിരിക്കുകയാവും. ഈ യമു അല്ല, യമുന. ഇവരുടെ റിലേഷൻ സാധാ കപ്പിൾസിനെ പോലെ മാമുണ്ടോ കുളിച്ചോ എന്നൊന്നുമല്ല. ഭയങ്കര ഒരു ഫിലോസഫിക്കൽ ലവ് ആണ്. ഇതിനെയാണ് നമ്മൾ ലൈഫ് എന്ന് വിളിക്കുന്നത്. ഇത് ഗെയിമാണ്, ഗെയിം ബൈ കോൺഷ്യസ്നസ്. യമുനേച്ചി എങ്ങനെയൊക്കെയോ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ് റിലേഷനിൽ. കോവിഡ് ലോക്ക്ഡൌൺ ഒക്കെ ആയിപ്പോയി, അല്ലെങ്കിൽ ഇതിന് മറുപടി പറയാനേ ഞാനങ്ങ് വന്നേനെ. സോ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാവും ഒരു ദിവസം ഏട്ടൻ ബർഗർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരോ വന്ന് കോളിംഗ് ബെൽ അടിക്കും. ഏട്ടൻ നേരെ ഡോറിന്റെ അവിടെ ചെന്ന് നോക്കിയപ്പോ അവിടെ ആരുമില്ല. എന്നിട്ട് ആകെ കൺഫ്യൂഷൻ അടിച്ച ഏട്ടൻ തിരിച്ച് ബർഗർ കഴിക്കാൻ വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബർഗറും വെള്ളവും ആരോ തിന്ന് തീർത്തിക്കണ്. അതോടെ ആ ഫ്ലാറ്റിൽ ഒരു പ്രേതമുണ്ടെന്ന് ഏട്ടന് മനസ്സിലാവുകയാണ്. എനിക്കതല്ല, എന്നാലും ആ മനുഷ്യൻ എന്തോരം ആഗ്രഹിച്ചു വാങ്ങിയ ബർഗർ ആവും അത്. അന്തസ്സുള്ള ഗോസ്റ്റ് ഒന്നും ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. പിന്നീടുള്ള ദിവസങ്ങളിൽ ഏട്ടന്റെ ആ ഫ്ലാറ്റിൽ പല പാരനോർമൽ ആക്ടിവിറ്റീസും നടക്കുകയാണ്. ആ ഫ്ലാറ്റിൽ ഏതോ ഒരു അമ്മയും കുഞ്ഞും കൂടി സംസാരിക്കുന്ന സൗണ്ട് ഒക്കെ ഏട്ടൻ കേൾക്കും. ആ പ്രേതങ്ങൾ വന്ന് കണ്ണാടിയിലൊക്കെ ലിപ്സ്റ്റിക് കൊണ്ട് ഇത് ഞങ്ങളുടെ വീടാണെന്നൊക്കെ എഴുതി വെച്ചിട്ട് പോകും. അതോടുകൂടെ ആ ഫ്ലാറ്റിൽ പ്രേതമുണ്ടെന്ന് ഏട്ടൻ അങ്ങ് ഉറപ്പിക്കുകയാണ്. ഈ ഫ്ലാറ്റിൽ സ്പിരിറ്റ് ഉണ്ട്. എന്നിട്ട് ഏട്ടൻ ആ അമ്മേനെ മോളിനെ പറ്റി അന്വേഷിക്കാൻ തുടങ്ങും. അപ്പോഴാണ് മനസ്സിലാവുക അവര് പണ്ട് ഈ ഫ്ലാറ്റിൽ കൊല്ലപ്പെട്ടവരാണെന്ന്. അങ്ങനെ ആരായിരിക്കും ഇവരെ കൊന്നത് എന്ന് ഏട്ടൻ കിടന്ന് ആലോചിച്ച് തല പുകച്ചുകൊണ്ടിരിക്കുകയാവും.
ഏട്ടന്റെ ക്യാരക്ടറിന്റെ തല പുകയുന്ന അതേ എക്സ്പീരിയൻസ് പ്രേക്ഷകർക്കും കൊടുക്കാൻ വേണ്ടി ഷാജിയേട്ടനും ക്യാമറാമാനും എടുത്ത എഫേർട്ട് നമ്മൾ ആരും കാണാതെ പോകരുത്. പടം കഴിഞ്ഞ് പുറത്തിറങ്ങിയമാരൊക്കെ ഉരുണ്ടുരുണ്ടാണ് അത്ര വീട്ടിൽ പോയത്. സോ ഗൈസ്, തന്റെ മരണത്തിന് ഉത്തരവാദിയെ കണ്ടുപിടിക്കാൻ ഏട്ടൻ കാണിക്കുന്ന ഈ ആത്മാർത്ഥതയൊക്കെ കണ്ട് പാവം തോന്നിയ ആ പ്രേതം ഏട്ടന് സ്റ്റിക്കറുകൾ വഴി ആ കൊലയാളിയുടെ പേരിന്റെ ഒരു ക്ലൂ കൊടുക്കും. എന്നിട്ട് അത് ഡീകോഡ് ചെയ്തിട്ട് വേണം ഏട്ടൻ ആ കൊലയാളിയുടെ പേര് കണ്ടുപിടിക്കാൻ. അതായത് ഒരു ബാറ്റിന്റെയും ഇന്ത്യയുടെയും നോസിന്റെയും ഓറഞ്ചിന്റെ ഒക്കെ കുറച്ച് സ്റ്റിക്കറുകൾ ഒരു ബുക്കിൽ വന്ന് പ്രേതം ഒട്ടിച്ചിട്ടുണ്ടാവും. അതിന്റെ ഒക്കെ ആദ്യത്തെ അക്ഷരം എടുത്താൽ എന്ന് വെച്ചാൽ ബാറ്റിന്റെ ബി, ഇന്ത്യയുടെ ഐ, നോസിന്റെ എൻ, ഓറഞ്ചിന്റെ ഒ, യാക്കിന്റെ വൈ. യെസ് ഗൈസ്, ബിനോയ് ഈസ് ദി കില്ലർ. എങ്ങനെയുണ്ട് എന്റെ ബുദ്ധി? എടാ, ഇത് ഞങ്ങളുടെ വീടാണെന്ന് ലിപ്സ്റ്റിക് വെച്ച് കണ്ണാടിയിൽ വെണ്ടയ്ക്ക് അക്ഷരത്തിൽ എഴുതാൻ പറ്റുന്ന ഈ മരമൊയ്ത് പ്രേതത്തിന് ഈ ബിനോയ് ഞങ്ങളുടെ കൊലപാതകൻ എന്ന് അങ്ങ് എഴുതി വെച്ച പോരായിരുന്ന. ഇതിനകത്ത് ഒരു ത്രില്ലില്ല. സോ ഗൈസ്, അങ്ങനെ ആ കൊച്ചിന്റെ അമ്മയുടെ കൊലപാതകയുടെ പേര് കിട്ടിയതോടുകൂടി ഏട്ടൻ ആ ബിനോയ് ആരാണെന്ന് അന്വേഷിച്ച് തല പുകച്ചുകൊണ്ടിരിക്കുകയാവും. ഒന്ന് കൊണ്ടുപോടേ. ഇനി ബിനോയ് ആരെന്ന് കണ്ടുപിടിക്കാനും പഴയ പോലെ സ്റ്റിക്കർ വെച്ചുള്ള പരിപാടി തന്നെയാണോടെ? പീകോക്ക്, ഔൾ, ഡോഗ്, ആൻഡ്, മങ്കി, യാക്ക്, റാറ്റ്, എലിഫന്റ്. ഇതെന്ത് ഹിന്റ്? സോ ഗൈസ്, അങ്ങനെ ആ പ്രേതങ്ങൾ ഏട്ടന് കുറെ ഹിന്റ് ഒക്കെ കൊടുത്തിട്ട് ആ ബിനോയ് ആ ഡെഡ് ആയ മമ്മിയുടെ ബോസ് ആണെന്ന് ഏട്ടന് മനസ്സിലാവുകയാണ്. എന്നിട്ട് അയാളെ കൊല്ലാൻ വേണ്ടി ഏട്ടന്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ വിളിക്കുകയാണ്. അതാരാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയില്ല, വേണേൽ ഒരു ക്ലൂ തരാം. യെസ് ഗൈസ്, നമ്മുടെ സ്വന്തം രാജുവേട്ടൻ. രാജുവേട്ടന്റെ പേരിതിൽ ഹരിഭായ് എന്നാണ്. വലിയ ഗുണ്ടയാണ്. അങ്ങനെ ഏട്ടൻ രാജുവേട്ടനെ വിളിച്ച് പറയും, നീ വലിയ ഗുണ്ടയൊക്കെ അല്ലേ, അപ്പൊ നീ എനിക്കൊരു ഉപകാരം ചെയ്യണം. ബിനോ എന്ന് പറയുന്ന ഒരു ചെങ്ങായിനെ നീ പോയി തട്ടണം. ഈ കാര്യം പോലീസൊന്നും അറിയരുതേ എന്ന് പറയും. അത് കേട്ടതും രാജുവേട്ടൻ പോലീസ് എനിക്ക് വെറും പുല്ലാണെന്ന് പറഞ്ഞ് ബിനോയിനെ കൊല്ലാൻ വേണ്ടി ഇറങ്ങി തിരിക്കുകയാണ്. എന്നിട്ട് രാജുവേട്ടൻ ഏട്ടനെ ഫോൺ വിളിച്ച് ശബ്ദം കേൾപ്പിച്ച് ബിനോയിനെ കൊല്ലും. ബിനോയ് ഡെഡ്. തൊട്ടടുത്ത ദിവസം കൃത്യം നടത്തിയ ഹരിഭായ് എന്ന ഹരിയെ പോലീസ് അറസ്റ്റ് ചെയ്തു. യെസ് ഗൈസ്, രാജുവേട്ടൻ ഈസ് അണ്ടർ അറസ്റ്റ്. ഈ മാസ് ഡയലോഗ് കടിച്ച് പോയി കൊന്നതും പോരാ, എന്നിട്ട് പോലീസ് പിടിച്ചപ്പോൾ ഞാൻ ഇതൊക്കെ ലാലേട്ടൻ പറഞ്ഞ് ചെയ്തതാണെന്നും പോലീസിനോട് പറയും. ഞാൻ മാത്രമല്ല, ഈ വാർത്ത കേട്ടതോടുകൂടി വെപ്രാളം പിടിച്ച് ഏട്ടൻ രാജുവേട്ടനെ വിളിച്ച ഫോൺ മൊട്ടയിലിട്ട് പുഴുങ്ങും. എന്നിട്ട് ആ സിം കാർഡ് എടുത്ത് ചവച്ചരച്ച് തിന്ന് ഓൺ ദി സ്പോട്ട് ആ നാട് വിടും. കാളിദാസൻ എന്ന മോട്ടിവേറ്റർ ഉടൻ പിടിയിലാകുമെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ അറിയിച്ചു. ഇനി ഒരു ട്വിസ്റ്റ് ഉണ്ട് ഈ പടത്തിൽ. ശരിക്കും ആ ഫ്ലാറ്റിൽ പ്രേതമൊന്നുമില്ല. അതൊക്കെ ഏട്ടന്റെ ഒരു തോന്നൽ മാത്രമായിരുന്നത്രേ. നല്ല മുഴുത്ത വട്ടാണി പഹയന്. മൂപ്പരുടെ ഹോബി എന്താണെന്ന് വെച്ചാൽ തെളിയിക്കപ്പെടാത്ത കേസുകൾ തേടിപ്പോയി അതിലെ കൊലയാളികളെ രാജുവേട്ടനെ പോലെയുള്ളവരെ വിട്ട് കൊല്ലിക്കുക, എന്നിട്ട് നാട് വിടുക. ഒരു സീന് പോലുമില്ലാതെ വെറും ശബ്ദത്തിൽ മാത്രം വന്ന് ഇതുപോലൊരു ഊക്ക് വാങ്ങിപ്പോയൊരു ഗസ്റ്റ് റോൾ ഞാൻ എന്റെ കരിയറിൽ കണ്ടിട്ടില്ല. പടം കഴിഞ്ഞ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനലിലെ ബാക്കി വീഡിയോസായ മോൺസ്റ്റർ, കൂട്ടുകാർ, CBI5, ബിഗ് ബ്രദർ, സിദ്ധാർത്ഥ, അഞ്ചിരോ, അർജുനൻ, ബലറാം, വസുതാരദാസ്, ലൈല, ഡ്രാക്കുള, മൈ സ്റ്റോറി, റെയിൻ ട്രീ കമ്പഗൻ, ശോഭരാജ്, മാമകം, കലണ്ടർ, ലോക്പാൽ, നമ്മൾ തമ്മിൽ, വന്ദേ മാതരം, കാമ്പോജി, സലാം കാശ്മീർ, നക്ഷത്രക്കണ്ണൂർ രാജകുമാർ, നവനുണ്ട് രാജകുമാരി, കയ്യെത്തും ദൂരത്ത്, വൈറ്റ്, CIA, മിക്കായിൽ, വാറൻ ലവ്, കൃത്യം, നിറം തുടങ്ങിയ വീഡിയോസും നിങ്ങളൊന്ന് കാണണം പ്ലീസ്.